വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്ന ആദിമ സഹോദരങ്ങളാണ് കയീനും ഹാബേലും. കയീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. രണ്ടുപേരും ദൈവത്തിന് വഴിപാടർപ്പിക്കുവാൻ തയ്യാറായി. കയീൻ കൃഷിഫലം വഴിപാടർപ്പിക്കുന്നു, ഹാബേൽ ഒരു ആട്ടിൻകുട്ടിയുടെ മേധസ് അർപ്പിക്കുന്നു. എന്നാൽ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കുന്നു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കുന്നില്ല. കയീന് കോപമായി, അവൻ്റെ മുഖം വാടി. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നു, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ഇവിടെ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യാഗവസ്തുവല്ല വിഷയം, യാഗകർത്താവാണ് ശരിയാകാനുള്ളതെന്ന്. നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുമെന്നാണ് ഇവിടെ ദൈവം പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ നാം ആദ്യം ദൈവത്തിന് പ്രസാദമുള്ളവരാകണം. നമ്മിൽ ദൈവം പ്രസാദിക്കാതെ നാം എത്ര ശ്രേഷ്ഠമായത് യാഗം അർപ്പിച്ചാലും ദൈവം അതിൽ പ്രസാദിക്കില്ല. ദൈവഹിതത്തിനായി നാം നമ്മെ ദൈവസന്നിധിയിൽ വിനയത്തോടെ സമർപ്പിക്കാതെ, ഈ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് അനുസരിക്കാതെ, ദൈവത്താലുള്ള നീതീകരണം പ്രാപിക്കാതെ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ ഈ ദൈവം പ്രസാദിക്കുമെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഭോഷത്വമാണ്. മനസ്സിലാക്കുക, നമ്മിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടല്ല സർവ്വത്തിൻ്റെയും ഉടയവനായ മഹാദൈവം നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് ഈ ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ടായേ മതിയാകൂ. ദൈവമഹത്വത്തിന് മുമ്പിൽ സ്വന്തം നിസ്സാരത തിരിച്ചറിയുന്ന മനുഷ്യൻ തൻ്റെ ഹ്രസ്വമായ ഈ ലോക ജീവിതത്തിൽ താൻ ആർജിക്കുന്ന ഭൗമിക നേട്ടങ്ങളിൽ അഹങ്കരിക്കില്ല. പകരം തന്നെ നിത്യവും ജയോത്സവമായി നടത്തുന്ന ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കും, അനുസരിക്കും. എന്നാൽ കയീൻ ദൈവത്തെ വിശ്വസിക്കുവാനോ അനുസരിക്കുവാനോ തയ്യാറായിരുന്നില്ല എന്ന് തുടർന്നുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഹാബേൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, അതിൻ പ്രകാരം പ്രവർത്തിച്ചിരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. എബ്രായ ലേഖനത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം ആരെന്നറിഞ്ഞ് ആ മഹത്വം തിരിച്ചറിഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടെ വേണം അനാദിയായും ശാശ്വതമായും മഹാദൈവമായവൻ്റെ സന്നിധിയിൽ വരേണ്ടത്. യഥാർത്ഥമായി ദൈവം ആരെന്ന് മനസ്സിലായി തുടങ്ങുമ്പോൾ നാം ആദ്യം തിരിച്ചറിയുന്നത് നമ്മുടെ അയോഗ്യതകൾ തന്നെയാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഹൃദയനുറുക്കം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നാം താഴ്മയോടെ നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തെ സർവ്വശക്തൻ്റെ കരങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ സ്വയം നീതിയിൽ ആശ്രയിച്ച് തൻ്റെ കൈകളുടെ പ്രവർത്തികളിൽ നിഗളിച്ച് ദൈവസന്നിധിയിൽ അഹംഭാവത്തോടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ല. യോഗ്യരായിരുന്ന നമ്മെ യോഗ്യരാക്കുന്നതിന് കാൽവരി ക്രൂശിൽ പ്രായശ്ചിത്ത ബലിയായി തീർന്നവനെ നോക്കുക. ആ നാമം വിളിച്ചപേക്ഷിക്കുക. ആ രക്തത്താലുള്ള നീതീകരണം പ്രാപിക്കുക. ദൈവവചനത്താൽ നിരന്തര ശുദ്ധീകരണം പ്രാപിക്കുക. ദൈവം നമ്മുടെ ആരാധനയിൽ നിത്യം പ്രസാദിക്കട്ടെ. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.